മറ്റൊരു പ്രധാന വാർത്ത വരികയാണ്. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ രാജിവെച്ചു. രാജിക്കത്ത് KPCCക്ക് ലഭിച്ചിരിക്കുകയാണ്. അടുത്തിടെയായി രൂക്ഷമായ തർക്കവും പ്രശ്നങ്ങളുമാണ് കോൺഗ്രസിനകത്ത്, വയനാട്ടിലെ കോൺഗ്രസിനകത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ ജോസ് നെല്ലേടത്തിന്റെ മരണം, ആത്മഹത്യ, NM വിജയന്റെ ആത്മഹത്യ, ഇതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും ഇടയാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ND അപ്പച്ചൻ രാജിവെച്ചിരിക്കുന്നത്. വയനാട് DCC പ്രസിഡന്റ് രാജിവെച്ചിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ നിമിഷം വരികയാണ്. രാജിക്കത്ത് KPCCക്ക് ലഭിച്ചു എന്നുകൂടിയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വിവാദങ്ങൾക്ക് പിറകെയാണ് വയനാട് DCC പ്രസിഡന്റിന്റെ രാജി എന്നതാണ്. ഈ വിവാദങ്ങൾ തന്നെയാണോ രാജിയിലേക്ക് നയിച്ചത്, അതോ മറ്റ് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. രാജിക്കത്ത് KPCCക്ക് കൈമാറിയിട്ടുണ്ട്, കത്ത് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ രാജിവെച്ചു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. അടുത്തിടെയായി വിവാദങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം. NM വിജയന്റെ ആത്മഹത്യയും അതിന് പിന്നാലെ കുടുംബം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയതും ഏറ്റവും ഒടുവിൽ NM വിജയന്റെ കടബാധ്യതയടക്കം, ബാങ്കിലെ കടബാധ്യതയടക്കം കോൺഗ്രസ് തീർക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യയും വരുന്നത്. ഇതെല്ലാം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ രാജിവെച്ചത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, രാജി സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമാകുന്നത്? വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ KPCCക്ക് അല്പസമയം മുമ്പ് രാജിക്കത്ത് കൈമാറി എന്നാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. രാജിക്കാര്യം KPCC അധ്യക്ഷൻ തന്നെ അല്പസമയം മുമ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജിക്കത്ത് ലഭിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാവുന്നതുപോലെ വലിയ വിവാദങ്ങൾ വയനാട് DCCയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. നേരത്തെ വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഘട്ടത്തിലും ആരോപണങ്ങൾ നേരിട്ട ഒരു DCC അധ്യക്ഷൻ കൂടിയാണ് ND അപ്പച്ചൻ. എന്തായാലും അതിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ സമ്മർദ്ദങ്ങളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. എന്തായാലും പൊടുന്നനെ ഉണ്ടായ ഈ രാജിക്ക് പിന്നിലുള്ള കാരണം എന്താണെന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. എന്തായാലും അദ്ദേഹം രാജി സമർപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം ഇപ്പോൾ KPCC നേതൃത്വവും സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്പസമയം മുമ്പാണ് രാജിക്കത്ത് ഔദ്യോഗികമായി KPCC അധ്യക്ഷന് അയച്ചു നൽകിയത് എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ വയനാട് DCC സെക്രട്ടറി വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നിരവധിയായ വിവാദങ്ങൾ, ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിൽ ഒരു പേര് ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട പേര് DCC പ്രസിഡന്റിന്റെ തന്നെയായിരുന്നു. പക്ഷേ ആ വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അപ്പച്ചനെതിരെ വലിയ വിമർശനങ്ങൾ തന്നെ ഉയർന്നു വന്ന ഒരു ഘട്ടം കൂടി പലപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ആ ഘട്ടത്തിലൊന്നും രാജിവെക്കാതിരുന്ന DCC പ്രസിഡന്റ് ഇപ്പോൾ പൊടുന്നനെ രാജി സമർപ്പിച്ചത് എന്തിനാണെന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു വ്യക്തത നമുക്ക് ലഭ്യമല്ല. എന്തായാലും രാജി വെച്ചിരിക്കുന്നു എന്ന വാർത്ത പൂർണ്ണമായും ഇപ്പോൾ KPCCയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പകരം ഈ വിവാദങ്ങളിൽ സംസ്ഥാന നേതൃത്വം അടക്കം കൈയൊഴിഞ്ഞു എന്ന ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു ND അപ്പച്ചന്. എന്തായാലും വയനാട് DCCയുടെ താൽക്കാലിക ചുമതല TJ ഐസക്കിന് കൈമാറിയിരിക്കുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. KPCC അധ്യക്ഷൻ തന്നെയാണ് ഇപ്പോൾ TJ ഐസക്കിന് താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള അതൃപ്തി പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു, പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. നേരത്തെ നമുക്കറിയാം K.സുധാകരൻ KPCC അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് പോലും ഈ വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തെറ്റ് വയനാട് DCCക്ക് സംഭവിച്ചിട്ടുണ്ട്, അവരുടെ ഭാഗത്ത് പിഴവുണ്ടായിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി അന്ന് KPCC പ്രസിഡന്റ് തന്നെ പരസ്യമായി പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ അല്ലെങ്കിൽ മാറണമെന്നൊരു ആവശ്യം DCC പ്രസിഡന്റിനോട് അന്ന് ഉന്നയിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ KPCC തന്നെ അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ചില വ്യക്തതകൾ കൂടി വരാനുണ്ട്. എന്തായാലും രാജി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എന്താണ് കൃത്യമായി അതിൻ്റെ ഒരു ഇപ്പോൾ പൊടുന്നനെ അദ്ദേഹം രാജിയിലേക്ക് നീങ്ങാനുള്ള കാരണമെന്ന് അത് സംബന്ധിച്ചൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും രാജി വാർത്ത പാർട്ടി സ്ഥിരീകരിക്കുന്നുണ്ട്. പകരം ചുമതല നൽകിയെന്ന വിവരവും കൂടി പാർട്ടി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്.